എങ്കിലേ എന്നോട് പറ സീരീസിലെ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു ആപ്പാണ്. ഞങ്ങൾ കാനഡയിലുള്ളവർ യൂഷ്വലായി യൂസ് ചെയ്യുന്നൊരു ആപ്പാണ് ടു ഗുഡ് ടു ഗോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു ഫുഡ് ഡ്രൈവ് ആപ്ലിക്കേഷനാണ്. അതായത് ഇവിടെയുള്ള കാനഡയിലുള്ള മെയിൻലി കാനഡയിലല്ല, എനിക്ക് വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഞാൻ ഇപ്പം കാനഡയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് പറയുന്നതാണ്. കാനഡയിലെ മെയിൻലി ഉള്ള റെസ്റ്റോറൻറ്റ്സ് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ എല്ലാ ദിവസത്തെയും കുറച്ച് ഭക്ഷണം അവർ മാറ്റിവെക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്ട്രാ ആകുന്ന ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രൈവ് ത്രൂ ആൾക്കാരിലേക്ക് എത്തിക്കാൻ അവർ മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഭക്ഷണം നമുക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ കിട്ടും. അപ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ ഭക്ഷണം ഒരുപാട് ബാക്കി വരത്തുമില്ല, നമുക്കാണെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഭക്ഷണം കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് കിട്ടത്തില്ല. അതാണ് അതിൻ്റെ ഒരു പോരായ്മ. നമ്മൾ ഈ ആപ്പ് ത്രൂ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് മേടിക്കുക ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തുള്ള റെസ്റ്റോറൻറ്റ്സ്, ആ ഒരു സ്ഥലത്ത് ഈ ആപ്പ് ത്രൂ വർക്ക് ചെയ്യുന്ന എല്ലാ റെസ്റ്റോറൻറ്റ്സും അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ്സ്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പേസ്ട്രി ഷോപ്പുണ്ട്, കോഫി ഷോപ്സ് ഉണ്ട്, ടിം ഹോട്ടൽസ് ഉണ്ട്, അതുമല്ല ഗ്രോസറി ഷോപ്സ് ഉണ്ട്. അപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓർഡർ ചെയ്യുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആ സമയത്ത് ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ബാഗിലാണ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൈം ഓരോ റെസ്റ്റോറൻറ്റ്സിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പങ്കെടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളിപ്പം സെലക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പം ഈ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മളതിന് ഒരു ഫുഡ് ജസ്റ്റ് ആ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫുഡിലേക്ക് അല്ലെങ്കിൽ ആ സർപ്രൈസ് ഗിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിസർവ് ചെയ്യുക. ആ റിസർവ് ചെയ്യുമ്പം നമുക്ക് നേരെ അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്ക് ഒരുപാട് ഫുഡ് ചിലപ്പോൾ കിട്ടും. നമുക്ക് ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സ് ചിലപ്പോൾ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ യൂഷ്വലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് ടിം ഹോട്ടൽസ്. അപ്പോൾ അവരുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിലുള്ള സ്ഥലത്ത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ അതുപോലെ വേറൊരു റെസ്റ്റോറൻറ്റാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്, ചായ്വാല എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. അപ്പം അത് ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് താഴെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ചായ്വാല എന്നുള്ള റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ കണ്ടോ റിസർവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ആ റിസർവ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത്. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ്. കാരണം ഒരുപാട് ഫുഡ് ഒരുപാട് വേസ്റ്റ് ആകാണ്ട് നമ്മളിലേക്ക് എത്തുന്ന ഒരു ആപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയൂ. ബൈ.